ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടത് പഞ്ചാബ് എഫ്സിക്കെതിരായിരുന്നു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. കഴിഞ്ഞ സീസണും അതിന് മുമ്പത്തെ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉദ്ഘാടന മത്സരങ്ങൾ കൊച്ചിയിൽ തന്നെ ആയിരുന്നു. പക്ഷേ ആ 2 മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു. ഒന്ന് ബാംഗ്ലൂർ എഫ്സിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. അതിന് മുമ്പത്തെ സീസണിൽ ഒന്നിനെതിരെ 3 ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി. കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനമൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. കഴിഞ്ഞ സീസണിൽ ആദ്യ റൗണ്ട് മത്സരങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരമാവധി പോയിന്റ് നേടിയിരുന്നത്. അതിനുശേഷം ഡ്യൂറന്റ് കപ്പോ മറ്റോ ഇടവേള വന്നതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിൽ ചെറിയ മാറ്റം വന്നു. വെപ്രക്കൊക്കെ പരിക്ക് പറ്റിയത്. ഇവാൻ ഉക്കമനോവിച്ചിന്റെ കീഴിൽ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ റൗണ്ടിൽ പരമാവധി പോയിന്റ് നേടിയിരുന്നു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലാണ് അതിന്റെ ഭൂരിഭാഗം പോയിന്റും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരുന്നത്. നിലവിൽ നിർണായകമായ 3 പോയിന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുമ്പിലാണ് പരാജയം, അതും സീസൺ ഓപ്പണിംഗിൽ. ഇനി ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് മറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരാജയം ഏത് രീതിയിലായിരിക്കും അവരുടെ പ്രകടനത്തെ ബാധിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ പരമാവധി പോയിന്റ് നേടാറുണ്ടായിരുന്നു. ഉദ്ഘാടന മത്സരങ്ങളിൽ അധികവും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ച ചരിത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. പുതിയ കോച്ച് സ്റ്റാരേക്ക് കീഴിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരം പരാജയപ്പെട്ടിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും വരും മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ശക്തരായ എതിരാളികളൊക്കെ തന്നെയാണ് വരാനുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും അടുത്ത മത്സരത്തിൽ. എന്തായാലും ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പരാജയപ്പെട്ടത്.